അപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്, എവിടെയായിരിക്കും മലയാള സിനിമയിൽ കുട്ടികൾ വയലൻ്റായി പെരുമാറിയിട്ടുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇന്നത്തെ പല അതിക്രമങ്ങളും വരുന്നത് മയക്കുമരുന്നിൽ നിന്നാണ്, അല്ലാതെ ഒരു അനീതിയോടുള്ള എതിർപ്പോ ഏതെങ്കിലും ഒരു സതുദ്ദേശത്തിൽ നിന്നല്ല അതുണ്ടാവുന്നത്. ആ തലയും എടുത്തുകൊണ്ട് ഇവൻ വീട്ടിലേക്ക് ഓടി വരികയും അത് വീട്ടിന് മുമ്പ് കുഴിച്ചിടുകയും അവിടെ വലിയ ബഹളം ഉണ്ടാക്കുകയും വീട് വിട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ഡ്രഗ്സിൻ്റെ അഡിക്റ്റുകളും വിൽപ്പനക്കാരും ഒക്കെയായ വിദ്യാർത്ഥികളും അധ്യാപകനും തമ്മിലുണ്ടാകുന്ന സംഘർഷവും ഒക്കെ അതിൽ ചിത്രീകരിക്കുന്നു. ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്കൂളുകളിലെ കുട്ടികളൊക്കെ തമ്മിലടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമ്മൾ സിനിമകളിൽ സാധാരണ വളരെ സ്നേഹസമ്പന്നരായ കുട്ടികളെ ആണല്ലോ കാണുന്നത്. ഈ വയലൻസ് ഏതെങ്കിലും സിനിമയിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്, എവിടെയായിരിക്കും മലയാള സിനിമയിൽ കുട്ടികൾ വയലൻ്റായി പെരുമാറിയിട്ടുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഓടയിൽ നിന്നാണ്. അത് 1965 ഓടയിൽ നിന്ന് നോവലിനെ ആധാരമാക്കി ഒരു സിനിമ പുറത്തു വരുന്നത്. KS സേതുമാധവനാണത് സംവിധാനം ചെയ്തത്. അപ്പോൾ അത് തുടങ്ങുന്ന രംഗങ്ങളിൽ തന്നെ സംഘർഷമുണ്ട്, കുട്ടികളുടെ വയലൻസ് തന്നെയുണ്ട്. അപ്പോൾ അവിടെ ഒരു പണക്കാരൻ കുട്ടിയായിട്ട് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. അത് നമ്മുടെ സുരേഷ് ഗോപിയാണ് അന്ന് കുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. 1965 അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് കണക്കാക്കിയാൽ മതി. അന്നും അദ്ദേഹം ഇത്തിരി തടിയൊക്കെയുള്ള ഒരാളായിരുന്നു, തടിയുള്ള ഒരു കുട്ടിയായിരുന്നു. പണക്കാരനായ കുട്ടിയായിട്ട് തന്നെ തോന്നും. അതേസമയം അവിടെ ഈ ബഹളം ഉണ്ടാക്കുന്ന ആളാണ് ഈ ഓടയിൽ നില നായകൻ പപ്പു. പപ്പു അവിടെ വലിയ അതിക്രമങ്ങളൊക്കെ കാണിക്കുന്നു, അധ്യാപകൻ്റെ ഇന്ന് തല്ലേറ്റ് പിടിക്കുന്നു. പക്ഷേ പപ്പുവിൻ്റെ അത്തരം അതിക്രമങ്ങൾക്കൊക്കെ, ആ കുട്ടിയുടെ അതിക്രമങ്ങൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അയാൾ അനീതിക്കെതിരെയാണ് ആ അതിക്രമങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇന്ന് പക്ഷേ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ഇന്നത്തെ പല അതിക്രമങ്ങളും വരുന്നത് മയക്കുമരുന്നിൽ നിന്നാണ്, അല്ലാതെ ഒരു അനീതിയോടുള്ള എതിർപ്പോ ഏതെങ്കിലും ഒരു സതുദ്ദേശത്തിൽ നിന്നല്ല അതുണ്ടാകുന്നത്. അതൊരു കാര്യമായ വ്യത്യാസമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു 1966 കുസൃതിക്കുട്ടൻ എന്നുള്ള ഒരു സിനിമ വന്നിട്ടുണ്ട് മലയാളത്തിൽ. അത് M. കൃഷ്ണൻ നായരാണ് സംവിധാനം ചെയ്തത്. അതിൽ അംബിക അഭിനയിക്കുന്ന കഥാപാത്രം ഒരു മകനുണ്ട്, ഒപ്പം ഭർത്താവിൻ്റെ ചിറ്റമ്മയുടെ മകനെ കൂടെ, ഏതാണ്ട് അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ കൂടെ അവർ വളർത്തുന്നുണ്ട്. അവനൊരു അനാഥനാണ്, അപ്പോൾ ആ കുട്ടിയെ കൂടെ വളർത്തുന്നുണ്ട്. പക്ഷേ ആ കുട്ടി ഭയങ്കര കുസൃതിക്കാരനാണ്. ആ കുട്ടിക്ക് ഒരു മുട്ടനാട് കൂട്ടുകാരനായിട്ടുണ്ട്. ഈ ആടിനെയും കൊണ്ട് നടന്നിട്ട് അവൻ നാട്ടിൽ ഒരുപാട് പോക്കരിത്തരങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ ഉള്ള കുറേ രംഗങ്ങൾ, അതായത് അതിക്രമങ്ങളുടെ കുറേ രംഗങ്ങളൊക്കെ ഉണ്ട്. അതിന് ഉള്ള പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ ഈ നായികയുടെ അമ്മ, അതായത് ഈ കുട്ടിയുടെ അമ്മൂമ്മ, ഈ കുട്ടിയുടെ സ്വഭാവം തീരെ ഇഷ്ടമല്ല. അപ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് വീട്ടിന് തന്നെയാണ്, അവൻ്റെ അമ്മൂമ്മ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇയാൾ ആ നാട്ടിലെ വലിയൊരു ജന്മിയുടെ മകൻ, ചെറിയ കുട്ടിയെ, ഈ ഗോപി എന്ന് പറയുന്ന നമ്മുടെ കുസൃതിക്കാരനായ കുട്ടിയും അവൻ്റെ ആടും കൂടെ പോയി ആ കുട്ടിയെ വല്ലാതെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു, ആടിനെ കൊണ്ട് ഇടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് വീട്ടിലൊക്കെ അറിഞ്ഞപ്പം വലിയ പ്രശ്നമായി. ആകെ അവനെ ന്യായീകരിക്കാൻ, അവൻ്റെ സൈഡിൽ നിൽക്കാൻ ഈ ഒരു അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരും അവൻ്റെ വശം നിൽക്കുന്നില്ല. അമ്മൂമ്മയ്ക്കാണെങ്കിൽ അങ്ങേയറ്റത്തെ വിരോധവും. അവൻ വീട്ടിൽ വന്ന് പോയപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ആടിനെ കശാപ്പുകാരന് വിറ്റു. അങ്ങനെ കുട്ടി തിരികെ വന്ന് നോക്കുമ്പോഴേക്ക് ആടിനെ വിറ്റിരിക്കുകയാണ്, അതും കശാപ്പുകാരൻ.
അവിടെ നിന്ന് അവൻ വളരെ ദേഷ്യം വന്നിട്ട് ഈ കശാപ്പുകാരൻ്റെ അടുത്തേക്ക് ഓടിയപ്പോൾ മാംസമൊക്കെ വിറ്റ് കഴിഞ്ഞു, അതിൻ്റെ തല മാത്രം ഇരിക്കുന്നുണ്ട്. ആ തലയും എടുത്തുകൊണ്ട് ഇവൻ വീട്ടിലേക്ക് ഓടി വരികയും അത് വീട്ടിന് മുമ്പ് കുഴിച്ചിടുകയും അവിടെ വലിയ ബഹളം ഉണ്ടാക്കുകയും വീട് വിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവനെ തിരികെ കൊണ്ടുവരുമ്പോഴേക്ക് അവൻ്റെ ഈ ദേഷ്യം അടക്കാൻ കഴിയാതെ അവൻ ഈ അമ്മൂമ്മയെ ഒരു കല്ലെടുത്തെറിയുന്നു. ആ കല്ല് ചെന്ന് വീഴുന്ന അവനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ അമ്മയുടെ നെറ്റിയിലാണ്. ഒരു ബോധം കെട്ടൊക്കെ വീഴുന്നതോടുകൂടി അവനുണ്ടാകുന്ന ഒരു മാനസാന്തരമാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. അവിടെയും വളരെ പോസിറ്റീവായൊരു ലക്ഷ്യത്തിലേക്കാണ് സിനിമ പോകുന്നതെന്ന് കാണാം. അതായത് വയലൻസിനെ ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ നമുക്ക് വേറൊരു സിനിമ മലയാളത്തിൽ വന്നത് ഈ കുട്ടികളുടെ വയലൻസിനെ കുറിച്ച് പറയുമ്പം കൊച്ചുതമ്മാടി എന്നുള്ള സിനിമയാണ്. കൊച്ചുതമ്മാടി എന്നുള്ള സിനിമ വാസ്തവത്തിൽ വളരെ കാലം നിർമ്മാണം മുടങ്ങിക്കിടന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് വിൻസെൻ്റ് അത് സംവിധാനം ചെയ്യാനിരുന്നു. അന്ന് സത്യനോ മറ്റോ ആണ് നായകനായിട്ട് അഭിനയിക്കേണ്ടിയിരുന്നത്. പിന്നെ കാലം വളരെ കടന്ന് 1986 ആ സിനിമ പൂർത്തിയാവുന്നത്. അപ്പോഴും വിൻസെൻ്റ് തന്നെയാണ് സംവിധാനം ചെയ്തത്. എങ്കിലും വിൻസെൻ്റ് മാഷിൻ്റെ ആ നല്ല സിനിമകളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പടത്തിൽ മമ്മൂട്ടിയാണ് ആ റോളിലേക്ക് വരുന്നത്. വളരെ മാതൃകാധ്യാപകൻ്റെ ആ വേഷത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ അധ്യാപകൻ ഒരു കുട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നു. ഉണ്ണി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഭയങ്കര വികൃതിയാണ്. ആ കുട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന് ഒരു തിരിച്ചടി കിട്ടുകയാണ്. അപ്പോൾ ആ തരത്തിൽ അത് ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളാണ് പിന്നീട് നമ്മൾ കൊച്ചുതമ്മാടി എന്ന ആ പേര് തന്നെ പറയുന്നുണ്ടല്ലോ. അവൻ്റെ ഒരു തമ്മാടിത്തരത്തിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ ജീവിതകഥകൾ ധാരാളം വന്നിട്ടുണ്ട് മലയാള സിനിമയിൽ ആദ്യകാലം തൊട്ട് തന്നെ. പക്ഷേ അതൊക്കെ അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ത്യാഗങ്ങൾ ഒക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് ശരിക്കും ഇന്നത്തെ കാലത്തെ കുട്ടികൾ കാണേണ്ടതാണ്. കാരണം ഇന്ന് അങ്ങനത്തെ ജീവിത പരിതസ്ഥിതികളൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂസ് പേപ്പർ ബോയ്, ആ സിനിമയിലെ കുട്ടി ഒരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് ജീവിച്ചുകൊണ്ടാണല്ലോ ജീവിത ചെലവുകൾ നടത്തുന്നത്, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇതുപോലെ തന്നെയാണ് രാരിച്ചൻ എന്ന പൗരൻ. അതിലെയും കഥാനായകൻ രാരിച്ചൻ എന്ന് പറയുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ത്യാഗങ്ങൾ, ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, അവനെ ദ്രോഹിക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ കാണുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ചിത്രീകരണത്തിലൊക്കെ വയലൻസിനേക്കാൾ കൂടുതൽ നമ്മൾ കാണുന്ന അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ, അവരനുഭവിക്കുന്ന സംഘർഷങ്ങൾ, അതിലൂടെയാണ് ചിത്രീകരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ മാതൃകാപരമായിരുന്നു എന്നർത്ഥം. ഡ്രഗ്സൊന്നും ആ കാലഘട്ടത്തിൽ വന്നിട്ടേ ഇല്ല. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് കുറേശ്ശെ ഇത് സിനിമയിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്രിയദർശൻ്റെ ചെപ്പ് എന്ന സിനിമ. ആ സിനിമയിൽ ശരിക്ക് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രീകരണം വരുന്നുണ്ട്. അത് വളരെ പ്രശസ്തമായൊരു ഹോളിവുഡ് സിനിമയുടെ കഥയാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എങ്കിലും ഈ ഡ്രഗ്സിൻ്റെ അഡിക്റ്റുകളും വിൽപ്പനക്കാരും ഒക്കെയായ വിദ്യാർത്ഥികളും അധ്യാപകനും തമ്മിലുണ്ടാകുന്ന സംഘർഷവും ഒക്കെ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അവിടെ തൊട്ടിങ്ങോട്ട് പിന്നെ നമ്മുടെ സിനിമകളിൽ മിക്കവാറും കാണാൻ കഴിയും, അത്തരം രംഗങ്ങൾ കാണാൻ കഴിയും. എങ്കിലും ഇന്ന് നമ്മൾ ജീവിതത്തിൽ കാണുന്ന, സമൂഹത്തിൽ കാണുന്ന ഇത്രത്തോളം ഭീകരാവസ്ഥകൾ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സിനിമകളിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. എങ്കിലും സമൂഹത്തിൻ്റെ ഒരു പകർപ്പാണ് സിനിമ എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അത്തരം ചിത്രീകരണങ്ങൾ ഇനിയിപ്പോൾ കൂടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.